നമസ്കാരം. ഹമീദ് മാമു എന്ന എൻ്റെ ചാനലിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യും. ഇന്നത്തെ വീഡിയോ സൗദി അറേബ്യയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കൊരു എങ്ങനെ പണം കൂടുതലായി നേടാം, പച്ചക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ പെട്ടെന്ന് പണക്കാരനാകാം എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാവരും വിദേശത്തേക്ക് നമ്മൾ ജോലി തേടി പോവുകയും അവിടെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുകയും പണമുണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് ഇതിനെല്ലാം പുറകിൽ. അപ്പോൾ നമ്മുടെ വിലപ്പെട്ട യൗവനം സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ ചിലവഴിക്കുമ്പോൾ നമ്മൾ ബുദ്ധിപൂർവം നമുക്ക് എത്ര ഏണിങ്സ് അവിടെ നിന്ന് എത്ര വരുമാനം, മാക്സിമം വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിന് പല പല വഴികളുണ്ട്, പലർക്കും അറിയില്ല. സൗദി അറേബ്യയിൽ ഞാനിവിടെ പറയാൻ പോകുന്നത് സൗദി അറേബ്യയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഏൺ ചെയ്യാം, കൂടുതലായിട്ട് ഏൺ ചെയ്യാം, നിങ്ങളുടെ ശമ്പളത്തിന് പുറമെ കൂടുതലായിട്ട് എങ്ങനെ പണമുണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ സൗദി അറേബ്യയിലേക്ക് പോകുന്നത് പല പല സ്വപ്നങ്ങളുമായിട്ടായിരിക്കും. അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ജോലി ഒരു പക്ഷേ നിങ്ങളുടെ പ്രൊഫഷൻ അനുസരിച്ചുള്ള ജോലി ആയിരിക്കില്ല. നിങ്ങൾ ചിലപ്പോൾ ഒരു ഡ്രൈവറായിട്ട് പോകും, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻ്റായിട്ട് പോകും, അല്ലെങ്കിൽ ഒരു വീഡിയോ ഗ്രാഫിക് ഡിസൈനറായിട്ട് പോകും, IT പ്രൊഫഷണൽ ആയിരിക്കാം, എന്തു തന്നെ ആയിക്കോട്ടെ. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷൻ അനുസരിച്ച് കിട്ടിയില്ല എന്നിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് പ്രൊഫഷനിലാണോ നിങ്ങൾ പോയത് ആ പ്രൊഫഷനിൽ തൽക്കാലം അവിടെ നിന്നിട്ട് അവിടെ നിന്നുകൊണ്ട് പുതിയ ജോലി, നിങ്ങളുടെ പ്രൊഫഷൻ, നിങ്ങളുടെ സ്കില്ല്, നിങ്ങളുടെ വൈദഗ്ധ്യം, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തണം. അതിനുശേഷം ചെന്ന ജോലിയിൽ തൽക്കാലം തുടർന്നിട്ട്, ഇപ്പോൾ സൗദി ഗവൺമെൻറ് ഒരുപാട് നിയമങ്ങൾ, ലേബർ ലോസ് ലിബറലൈസ് ചെയ്തിട്ടുണ്ട്. ഖുറൂബ് നിയമമൊക്കെ വളരെ ലിബറലൈസ്ഡ് ആക്കിയിട്ടുണ്ട്. വളരെയധികം പ്രവാസികൾക്ക് ഉപകാരമാകുന്ന രീതിയിൽ, അവർക്ക് ജോലി മാറാവുന്ന രീതിയിൽ ഖുറൂബാക്കിയാൽ അവർക്ക് ജോലി വേറെ 60 ദിവസത്തിലുള്ള ജോലി മാറാം. അതുപോലെ തന്നെ എക്സിറ്റ് റീ എൻട്രി വിസേക എല്ലാം ഉദാരവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഇതിൻ്റെ എല്ലാം സൗദി ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം, അവർ 2030 മിഷൻ എന്ന് പറഞ്ഞ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് വലിയ വലിയ കമ്പനികളൊക്കെ അവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ തന്നെ അവരുടെ ഹെഡ് ഓഫീസ് സ്ഥാപിച്ചിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് പ്രഖ്യാപനം നടത്തുകയുണ്ടായി. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മളുടെ ഉദ്ദേശം അവിടെ പോയിട്ട് മാക്സിമം ഏണിങ്സ്, എത്ര കൂടുതൽ പണം ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളുടെ ജോലി നമ്മൾ ആദ്യം കറക്റ്റ് ചെയ്യാം. അതായത് നമ്മൾ പോകുന്ന നമ്മളുടെ അഭിരുചിക്കനുസരിച്ചുള്ള ജോലി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഏണിങ്സ് ഉണ്ടാവും, കൂടുതൽ ശമ്പളം കിട്ടും. അപ്പോൾ ഇപ്പോൾ 2000-3000 രൂപ ശമ്പളം ഗ്രാഫിക് ഡിസൈനറായിട്ട് അല്ലെങ്കിൽ അക്കൗണ്ടൻ്റായിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ വലിയ കമ്പനികളിലേക്ക് മാറിക്കഴിഞ്ഞാൽ 6000-7000 റിയാൽ ശമ്പളം ആയി മാറാം, അതിലേറെ മാറാം. അപ്പോൾ അത് ഓരോരുത്തരുടെ വൈദഗ്ധ്യം, എക്സ്പീരിയൻസ്, ക്വാളിഫിക്കേഷൻ ഇതൊക്കെ വിലയിരുത്തിയിട്ട് നിങ്ങൾ തന്നെ തീരുമാനമെടുക്കണം. അവിടെ ചെന്ന് ആ ജോലി തൽക്കാല ജോലിയിൽ നിന്ന് അവിടെ കോൺട്രാക്റ്റ് കഴിയുമ്പോൾ അടുത്ത കൂടുതൽ ശമ്പളമുള്ള ജോലിയിലേക്ക് മാറാൻ പ്രയത്നിക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരുപാട് എങ്ങനെ നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് അവിടെ പോയിട്ട് തിരഞ്ഞെടുക്കാം, എങ്ങനെ പെട്ടെന്ന് ഒരു ജോലി സൗദിയിൽ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള ജോലി എങ്ങനെ ലഭ്യമാക്കാമെന്നുള്ളൊരു വീഡിയോ തന്നെ സെപ്പറേറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ കയറി നോക്കുക, എങ്ങനെ നിങ്ങൾക്ക് ഒരു ജോലി മാറാമെന്നും ജോലി എങ്ങനെ നേടാമെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി എങ്ങനെ ഒരു ജോലി നേടാമെന്നുള്ള, നിങ്ങൾ അഭിരുചിക്കനുസരിച്ച് നേടാമെന്നുള്ളത് നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലായി കുറച്ച് മെത്തേഡുകളൊക്കെ ഞാൻ പറയുന്നുണ്ട്, അതിൻ്റെ സ്ട്രാറ്റജീസ് ഒക്കെ ഞാൻ പറയുന്നുണ്ട്. അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാം. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്. നിങ്ങൾക്ക് കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കാൻ നിങ്ങളുടെ വൈദഗ്ധ്യം അനുസരിച്ച് നിങ്ങൾ ഒരു ജോലി കണ്ടുപിടിക്കാം. അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അവിടെ ഒരു ജോലിക്കാരനാണ്, നിങ്ങൾക്ക് നല്ലൊരു ശമ്പളമുണ്ട്, നല്ല മാന്യമായ ശമ്പളമുണ്ട്. അതെങ്ങനെ ഇരട്ടിക്കാം, ആ കിട്ടുന്ന സാലറി എങ്ങനെ സേവിങ്സിലൂടെ നിങ്ങൾക്ക് കൂടുതൽ പണമാക്കി മാറ്റാം
എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശമ്പളം മാത്രമല്ല മറ്റൊരു ഇൻകം, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു അതർ ഇൻകം, ശമ്പളത്തിന് പുറമെ ഒരു അതർ ഇൻകം, മറ്റൊരു ഇൻകത്തിലേക്ക് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയുള്ളൊരു ഇൻകം എന്താണെന്ന് ഞാനിവിടെ പറയുന്നുണ്ട്. അതായത് IPO, അവിടുത്തെ പ്രധാനപ്പെട്ട സൗദിയിൽ ഇപ്പോൾ വന്നിരിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് അവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി വരുമാനമാണ് അവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ്. അതിന് ഒരുപാട് ബുദ്ധിയും കാര്യങ്ങളൊന്നും വേണമെന്നില്ല. നിങ്ങളുള്ള പൈസ വെച്ചിട്ട് ഇനിഷ്യൽ പബ്ലിക് ഓഫേഴ്സ് ഏതാണെന്ന്, തദവുൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് തദവുൽ അക്കൗണ്ട് എടുക്കുക. അങ്ങനെയുള്ള തദവുൽ അക്കൗണ്ട് എടുത്തിട്ട് അത് നാഷണൽ സൗദി ബാങ്കിലൂടെ, ഏതെങ്കിലും സൗദിയിലെ നാഷണലൈസ്ഡ് ബാങ്കിലൂടെ നിങ്ങൾക്ക് തദവുൽ അക്കൗണ്ട് എടുക്കാവുന്നതാണ്. ഈ ബാങ്കിൽ അക്കൗണ്ട് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തദവുൽ അക്കൗണ്ടും ഓപ്പൺ ആക്കി കിട്ടും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം, എങ്ങനെ ഒരു തദവുൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നും. ഒരു സൗദി നാഷണൽ ബാങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിലൂടെ നിങ്ങൾക്ക് IPO, ഇനിഷ്യൽ പബ്ലിക് ഓഫർ ഉള്ള സ്റ്റോക്ക് മാർക്കറ്റുകൾ, അതിൽ ആ അക്കൗണ്ട് തദവുൽ അക്കൗണ്ടിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും കമ്പനികളുടെ പേര്. നിങ്ങൾ IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കമ്പനികളുടെ ലിസ്റ്റ് ഉണ്ടാവും, സ്റ്റോക്ക് മാർക്കറ്റ് കമ്പനികളുടെ ലിസ്റ്റ് ഉണ്ടാവും. ആ അതിൽ കയറുക, ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അവസരം ഉണ്ടാകും. ആ അക്കൗണ്ട് തുടങ്ങി ആ ബാങ്ക് അക്കൗണ്ടിലൂടെ നിങ്ങൾക്ക് ആ ബാങ്ക് തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. അതിൽ ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഇതുണ്ട്. ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് IPO എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ലഭിക്കും. പിന്നെ അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് പോയിൻ്റ്, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓൺലൈൻ ബിസിനസ്സുകൾ ചെയ്യാം, മാർക്കറ്റ് അഫിലിയേറ്റ് ചെയ്യാം, വ്ളോഗിങ്, ഓൺലൈൻ ട്യൂഷൻ. സൗദിയിൽ ഇപ്പോൾ വളരെയധികം നിങ്ങൾക്ക് കുറച്ച് അറബിയൊക്കെ അറിയാമെങ്കിൽ ട്രാൻസ്ലേറ്ററായിട്ട് വർക്ക് ചെയ്യാം ഒരേ കമ്പനി, അതിനൊക്കെ ഉള്ള സൈറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ ഓൺലൈൻ ബിസിനസ്സുകൾ ചെയ്യാം, ആമസോൺ ബിസിനസ് ചെയ്യാം. ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ഓൺലൈൻ വഴിയുണ്ട്. അത് നിങ്ങൾക്ക് സൈറ്റിലൊക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേതാണെന്ന് നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുത്ത് ആ രീതിയിലൂടെ നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാവുന്നതാണ്. കിട്ടുന്ന സാലറി മുഴുവൻ ചിലവാക്കാതിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാവർക്കും ഒരു ഇതുണ്ട്. കിട്ടുന്ന മുഴുവൻ നാട്ടിലേക്ക് അയച്ച് നാട്ടിലെ വീട്ടുകാരെ അടിച്ചു പൊളിച്ച് കളയും. നിങ്ങളൊരു റിസർവ്ഡ് ആകണം. കുറച്ച് പണം നിങ്ങൾ അവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. 20% സാലറിയിൽ നിന്ന് കിട്ടുന്ന 20% അവിടുത്തെ ഏതെങ്കിലും ബാങ്കിൽ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ പണമുണ്ടാക്കുന്ന ബുദ്ധിമാന്മാരെപ്പോഴും ചിന്തിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് എത്ര വേഗം ക്ലോസ് ചെയ്ത് കളയും. അതുപോലെ തന്നെ ഏതെങ്കിലും ലോണൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഇൻട്രസ്റ്റ് കൊടുക്കാതിരിക്കുക. ബുദ്ധിയുള്ള പണം ഉണ്ടാക്കുന്നവരുടെ എല്ലാം തലയിൽ ഉദിക്കുന്ന ഒരു കാര്യമാണ്, അവരെല്ലാം പലിശ കൊടുക്കുന്ന ഏർപ്പാടിന് നിർത്തിക്കളയും. എന്തെങ്കിലും ബാങ്ക് ലോണോ ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ അവരത് ക്ലോസ് ചെയ്ത് കളയും. അപ്പോൾ അതിലൂടെ നമുക്ക് നമ്മളുടെ ഇൻട്രസ്റ്റ് അങ്ങോട്ട് പോകില്ല, നമുക്ക് ഇങ്ങനെ പകരം നമ്മൾ ക്യാഷ് റിസർവുകളിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യാം. ഈ സേവിങ്സിൽ അവിടെ ഒരുപാട് ഇസ്ലാമിക് ബാങ്കുകളുണ്ട്. അത് ഇൻട്രസ്റ്റ് കൊടുക്കാത്ത ഇതുകൊണ്ട്, സേവിങ്സ് കൊണ്ട് ഇൻട്രസ്റ്റ് പ്രോഫിറ്റായിട്ട് കൊടുക്കുന്ന ഇതുണ്ട്, ബാങ്കുകളുണ്ട്, കൊമേർഷ്യൽ ബാങ്കുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, അങ്ങനെയുള്ള ഡെപ്പോസിറ്റുകളിൽ നിങ്ങളുടെ പൈസ ഈ മാറ്റി വയ്ക്കുന്ന 20% ഉണ്ടല്ലോ, അതെല്ലാം കൂടി കൂട്ടിയിട്ട് ബാങ്കിൽ ചെറിയ ചെറിയ ഡെപ്പോസിറ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം അതിൽ നിന്ന് കിട്ടും. പ്രോഫിറ്റ് ആ ബാങ്കുകളിൽ അന്വേഷിച്ചാൽ പ്രോഫിറ്റ് കിട്ടുന്ന സേവിങ്സ് എന്തൊക്കെയാണെന്ന് അവർ പറഞ്ഞുതരും. ആ ബാങ്കുകളെ കണ്ടുപിടിച്ച് നിങ്ങൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ ഈ സാലറിയിൽ നിന്ന് കിട്ടുന്ന തുക 20% മാറ്റി വെച്ച് IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ വരുന്ന കുറച്ച് കാശ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലുള്ള സേവിങ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ബാങ്കുകളിൽ പോയിട്ട് അവരോട് ചോദിച്ചാൽ അവരത് പറഞ്ഞു തരും. പിന്നെ നിങ്ങൾ ക്യാഷ് റിസർവായിട്ട് കുറച്ച് ക്യാഷ്, ലിക്വിഡ് ക്യാഷ് നിങ്ങൾ എപ്പോഴും കയ്യിൽ വെക്കണം. കാര്യം മഴ പോലുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ചിലവ് കുറച്ചിട്ട് മാക്സിമം ചിലവാക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ കുറേയൊക്കെ നമ്മൾ പിടിച്ച് ചിലവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ പണമുണ്ടാകും. പിന്നെ ഈ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ എല്ലാം
ഫിക്സഡ് ഡെപ്പോസിറ്റിലാണെങ്കിൽ അതൊക്കെ ഇരട്ടിയായിട്ട് ഇങ്ങോട്ട് വരും. സൗദിയിലെ ഇതെന്ന് പറയുമ്പോൾ ക്യാഷിൻ്റെ ഫ്ലോ എന്ന് ഇത് നമുക്കറിയാം. 20-25 രൂപയോളം വിലയുണ്ട് ഇപ്പോൾ ഒരു റിയാലിന്. 20-25 രൂപ ഇന്ത്യൻ രൂപ മൂല്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലും ബെസ്റ്റ് സൗദിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. അതിൻ്റെ 10 ഇരട്ടി സൗദി ബാങ്കുകളിൽ നമ്മൾ അവിടുത്തെ ലാഭം കിട്ടുന്ന ബാങ്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ പണമുണ്ടാകും. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങളുടെ മണി സേഫായിട്ട് അവിടെ ഇരിക്കും. അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സേഫായിട്ടുള്ള ബാങ്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. പിന്നെ റിസ്ക്കുള്ള ബാങ്കുകളുണ്ട്, അവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം സേഫ്റ്റി ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ ബാങ്കുകൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളത് വളരെയധികം ആലോചിച്ചിട്ട് വേണം ഓരോ ബാങ്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ ഈ ഇൻവെസ്റ്റ് ചെയ്ത പണത്തിൽ നിന്ന് വരുന്ന ഇൻകം വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ 10-15 വർഷം വെറുതെ സാലറിയിൽ അവിടെ പണിയെടുക്കുന്ന 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് സൗദിയിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് നേരെ ഇന്ത്യയിലേക്ക് പോരാവുന്നതാണ്. 25 വർഷം നിൽക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു 5 വർഷം കൊണ്ട് ഈ പറഞ്ഞ നല്ലൊരു തുക, അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് നല്ലൊരു ബിഗ് ഏണിങ്സ് നമുക്ക് സൗദിയിൽ നിന്ന്, അതായത് നിങ്ങൾക്ക് നല്ലൊരു പണക്കാരനായിട്ട് റിച്ച് മാനായിട്ട്, നിങ്ങൾ ചിലപ്പോൾ കുറഞ്ഞ ശമ്പളക്കാരനാണെങ്കിൽ തന്നെ ഈ രീതിയിൽ ബുദ്ധിപരമായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ മെത്തേഡുകളൊക്കെ ഉപയോഗിക്കുക. IPO സ്റ്റോക്ക് മാർക്കറ്റിൽ അക്കൗണ്ട് എടുക്കേണ്ട വിധം വേണമെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം. ആവശ്യപ്പെട്ടാൽ ഞാൻ വീഡിയോ ചെയ്ത് കാണിച്ചിട്ട് അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ അക്കൗണ്ട് തുടങ്ങുന്നതെന്നും അതിൻ്റെ ഓൺസൈറ്റിൽ ഓൺലൈനിൽ അക്കൗണ്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ ഉള്ളത്. ഓൺലൈനിലൂടെ നമുക്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൺലൈനിലൂടെ നമുക്ക് ഇനീഷ്യൽ പേയ്മെൻറ്റ് പബ്ലിക് ഓഫേഴ്സിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ ഉള്ള ഈ ഓൺലൈൻ അവിടെ തന്നെ നമുക്ക് ഒരു 10 അരമണിക്കൂറത്തെ ടൈം ഇതേ ഉള്ളൂ. ആ ലിസ്റ്റ് നോക്കുക, ഇങ്ങനെയുള്ള ഈ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് നോക്കുക. അപ്പോൾ നമ്മളത് സ്റ്റോക്ക് മാർക്കറ്റ് സെല്ല് ചെയ്യുക. അവിടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല വില കിട്ടുമ്പോൾ ഓരോ കമ്പനികൾ, ഇൻ്റർനാഷണൽ കമ്പനികളുടെ ഷെയർസ് ആയിരിക്കും നമ്മൾ വാങ്ങിക്കുന്നത്. അത് എന്ന് പറഞ്ഞാൽ നല്ല കോടികൾ പ്രോഫിറ്റുള്ള ഡോളർ ബേസിലായിരിക്കും അവിടുത്തെ പ്രോഫിറ്റ്. അത് നമുക്ക് ബുദ്ധിപൂർവം നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു തുക അതിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ ഈ പറഞ്ഞ ഒരു ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അവിടുത്തെ ബാങ്കുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ എല്ലാത്തിനും ഒരു കണക്ക് വേണം. ഞാനൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സൗദി ഗവൺമെൻറ് ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു മോണിറ്ററിങ് സമ്പ്രദായം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാസികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ സോഴ്സ് നമ്മളെപ്പോഴും കണക്ക് സൂക്ഷിക്കുക. നമ്മളുടെ ഈ സാലറിയിൽ ഒതുങ്ങി നിൽക്കുന്നതും നമ്മളിപ്പോൾ IPOയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടുന്ന നമ്മുടെ ലാഭമൊക്കെ നമുക്ക് തെളിവായിട്ടും മാറ്റി വെക്കണം. എപ്പോൾ അവർ ചോദിച്ചാലും കാണിച്ചോളൂ, എനിക്ക് IPOയിൽ നിന്ന് കിട്ടിയത് എൻ്റെ സാലറി ഇത്രയാണ്, എൻ്റെ സാലറിയുടെ ഇത്ര ശതമാനം ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, മറ്റേ ബാങ്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്നുള്ള വരുമാനം എൻ്റെ ഇത്ര 5 വർഷത്തെ വരുമാനം ഇത്രയുണ്ട് എന്നൊക്കെ ഉള്ളത് കണക്കുകളുണ്ടാവും. അതൊക്കെ കണക്കുള്ള കാര്യങ്ങളാണ്. ഇത് ലെജിറ്റിമേറ്റ്, അതായത് ലീഗലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. അല്ലാണ്ട് ഈ ഇല്ലീഗലായിട്ട് പണം ഉണ്ടാക്കണം എന്നല്ല പറഞ്ഞത്. ഇത് ലീഗലായിട്ടുള്ള പണം നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇതിനെല്ലാം കണക്കുണ്ടാവും. അപ്പോൾ ആ കണക്ക് സൂക്ഷിക്കുകയും വേണം നിങ്ങളത്. കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. കാര്യം ഇതിലൊക്കെ കണക്ക് നമ്മൾ 1 രൂപ നമുക്ക് പ്രോഫിറ്റ് ബേസിൽ ബാങ്കിൽ നിന്ന് കിട്ടുമ്പോൾ അതിനൊക്കെ കണക്കുണ്ട്. ആ കണക്കുകളൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കണം. കണക്ക് എഴുതി കറക്റ്റായിട്ട് വെക്കണം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ബുദ്ധിപൂർവ്വം ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു ഏണിങ്സ് നമുക്ക് സൗദി അറേബ്യയിൽ നിന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് ബുദ്ധിപൂർവ്വം മുന്നോട്ട് പോകാൻ ഞാൻ നിങ്ങൾക്ക് എല്ലാവരും ആശംസ നേരുന്നു. ഒരു നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. അപ്പോൾ അതുപോലെ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ബട്ടൺ അമർത്താനും ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഗുഡ് ബൈ.